നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എത്രയും പെട്ടെന്ന് ജോലി തീർത്തിട്ട് തിരിച്ചു വരാം. ഗിരിയേട്ട് സമാധാനമായിട്ട് തിരിച്ചു വന്നാൽ മതി. എനിക്കൊരു കുഴപ്പമില്ല. ചെക്കപ്പിന് നീ കൂടെ പോവില്ലേ മഹിമേ? ഞാൻ കോളേജിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ട്. ഇവളെ നന്നായിട്ട് നോക്കിക്കോണേ. ഞാൻ ശ്രദ്ധിച്ചോളാം ഗിരിയേട്ടാ. ഗിരിയേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. നീ എന്തിനാ മോനെ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അവിടെ എത്തിക്കഴിഞ്ഞാ വിളിക്കണേ. ശരി അമ്മേ, പോയിട്ട് വരാം. എന്താ ചേച്ചി ഇത്? ഗിരിയേട്ടന്റെ മുൻപിൽ ചിരിച്ചോണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാണല്ലോ. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയേ? ഗിരിയേട്ടൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും. അതുവരെ ഒന്ന് ക്ഷമിക്കും. ചേച്ചിക്ക് കമ്പനിയായിട്ട് ഞാനും കുഞ്ഞുമില്ലേ? ചേച്ചി വാ. ശാലിനി, എന്തായി? വീട്ടിലെല്ലാരും ഉറങ്ങിയോ? മഞ്ജു ഏത് മുറിയിലാ ഉറങ്ങുന്നേ? ഗിരിയേട്ടന്റെ പഴയ മുറിയിൽ തന്നെയാ. പടികൾ കയറി ചെന്ന് വലതുവശത്തുള്ള ആദ്യത്തെ മുറി. ശരി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ വീടിന്റെ വാതില് അകത്ത് നിന്ന് തുറന്നിട്ടേക്ക്. അവർക്ക് ശബ്ദം ഉണ്ടാക്കാതെ അകത്ത് കയറാൻ എളുപ്പമാകും. അല്ല ശാലിനി, എന്തു പറ്റി? നിനക്ക് വല്ല മനംമാറ്റോ സംഭവിച്ചോ? ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇത് ഈ കുടുംബത്തിനോട് നിനക്കുള്ള വിശ്വാസം തെളിയിക്കാൻ പറ്റിയ അവസരോ? ഞാൻ സംശയിച്ചു നിന്നൊന്നും അല്ല ശാലിനി. അമ്മയ്ക്ക് ഗിരിയേട്ടന്റെ കുഞ്ഞാണ് മഞ്ജുവിന്റെ വയറ്റിൽ വളരുന്നെന്നും പറഞ്ഞ് ഇപ്പൊ അവളോടൊരു സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട്. അവളെ കൊല്ലാൻ ആളുകളെ വിട്ടാ അമ്മ ഇടയിൽ കയറുന്ന എന്റെ പേടി. അങ്ങനെ സംശയിച്ചു നിന്നാ നിന്റെ അമ്മയുടെ കാര്യം ഗുണ്ടകൾ നോക്കിയോളൂ. നിന്റെ അമ്മയ്ക്ക് അത്ര ആയുസേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതിയാ മതി. ശാലിനി, നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നേ? നീ തന്നെയല്ലേ പറയാറ് നിന്റെ അമ്മയ്ക്ക് നിന്നെക്കാളും വലുത് ഗിരിയാണെന്ന്? അങ്ങനെ ഒരു അമ്മയ്ക്ക് വേണ്ടി നീ എന്തിനാ ഇത്രയും കരുതല് കാണിക്കുന്നേ? ഗോപാൽജിയുടെ കുടുംബത്തിന്റെ ഭാഗമാകാന്ന് പറയുന്നതും അത്ര ചെറിയ കാര്യമല്ല. ഒരു നിലയും വിലയില്ലാത്ത നിനക്ക് അതിനെ സാധിക്കണമെന്നാണ് നീ സ്വപ്നം കാണുന്നത്. അതിന് നീ നൽകേണ്ട വില നിന്റെ അമ്മയുടെ ജീവനാണെന്ന് കരുതിയാ മതി. വരുന്ന ഗുണ്ടകളോട് പരമാവധി മഞ്ജുവിനെ അല്ലാതെ ആരെയും ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറയാം. ബാക്കിയെല്ലാം നിന്റെ അമ്മയുടെ വിധി പോലെ ഇരിക്കും. ഇനി എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ? നീ പറയുന്നത് പോലെ ചെയ്യാം. വെരി ഗുഡ്. ഞാൻ ഭീമനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചോളാം. ശരി. ഇങ്ങനൊരു മകൾ ഉണ്ടാകുന്നതിലും ഭേദം മക്കളില്ലാതിരിക്കുന്നതാ. ഇവളെ എന്തായാലും സഞ്ജുവിനെ കൊണ്ട് കെട്ടിക്കണം. അതിനേക്കാളും വലിയൊരു ശിക്ഷ അവന് കിട്ടാനേ ഇല്ല. കാശിനു വേണ്ടി ഇവൾ അവനെ കൊന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തൽക്കാലം ഭീമനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാം.
പറഞ്ഞ മിണ്ടാതവോ മോളെ കള്ളൻ കള്ളൻ മോളെ അടിച്ചു ഒതുക്കടാ തള്ളേ. മഞ്ജു പോടാ. ഹേയ്. ചെല്ലടാ. അമ്മ മാറ് അമ്മ മാറ് 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 വിടൂ വിടൂ അയ്യോ അമ്മ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ അവിടെ ഇരിക്ക. ചേച്ചി മഹിമേ, നീ ഇപ്പൊ വണ്ടിയുടെ ചാവി എടുത്തിട്ട് വാ. അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ശരി. എന്താ 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 ഇവിടെ ഒരു ബഹളം? അയ്യോ അമ്മ, അമ്മയുടെ കൈ എങ്ങനെ മുറിഞ്ഞ? ഇത്രയും ബഹളം ഉണ്ടായിട്ട് നീ ഒന്നും അറിഞ്ഞില്ല? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അത് സൗകര്യമായിപ്പോയി. ഞങ്ങളെ വല്ലവർ വന്ന് കൊന്നിട്ട് പോയാലും നീ ഒന്നും അറിയത്ത് പോലും ഇല്ലല്ലോ. മഹിമ വെറുതെ സംസാരിച്ച സമയം കളയാതെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ചോര പോകുന്നുണ്ട്. നീ വേഗം വണ്ടിയുടെ കീ എടുക്ക. എഴുന്നേക്കമ്മ.